അമിത്ഷായുടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വരുന്നത് അമിത്ഷാ അദ്ദേഹത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. മനു, എന്താണ് കൂടുതൽ കേന്ദ്ര നേതാക്കൾ, പ്രധാനമന്ത്രി അമിത്ഷാ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഇതിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. BJP ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കാണുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ? പ്രധാനമന്ത്രിക്ക് തൊട്ടുപുറകെ കേന്ദ്രമന്ത്രി അമിത്ഷായും ഇപ്പോൾ അതിൽ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഡീപ്ലി പെയിൻഡ് ബൈ ദ ട്രാജിക് ലോസ് ഓഫ് ലൈഫ്സ് ഇൻ സ്റ്റാംപീഡ് ഇൻ കരൂർ എന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിക്കുന്നു. വല്ലാതെ താൻ വേദന അനുഭവിക്കുന്നു. ഇത് ഈ ദുരന്തം അത്യന്തം ദുഃഖപൂർണ്ണമാണ് എന്ന് പറയുന്നു. തൻ്റെ ഹൃദയംഗമായ അനുശോചനം അദ്ദേഹം അറിയിക്കുകയാണ്. ദൈവം എല്ലാവർക്കും ശക്തി കൊടുക്കട്ടെ, ഈ ദുരവസ്ഥയിൽ നിന്ന് കരകയറാനും അതുപോലെ അപകടത്തിൽ പരിക്കേറ്റവർ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അമിത്ഷാ തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നു. നാമക്കല്ലിൽ നിന്ന് അതുപോലെ സേലത്തു നിന്നും ഡോക്ടർമാർ ഇപ്പോൾ അങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുന്നു. കരൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആണ് ഇപ്പോൾ ആളുകൾക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നത്. ഇതിന് ആവശ്യമായ സംവിധാനങ്ങൾ എടുത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ജില്ലാ അധികൃതരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം. പക്ഷേ 12 മണിക്ക് നടക്കേണ്ട പരിപാടി 7:45 കൂടിയാണ്, 7 മണിക്ക് ശേഷമാണ് ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് ആൾക്കൂട്ടം അങ്ങോട്ടേക്ക് തള്ളിക്കയറുന്നത്. വലിയൊരു സംഭവം ഉണ്ടായത്, കുട്ടികൾ പലരും അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് വേർപെട്ട് മാറിപ്പോയി. ആ തിരക്കിനിടയിൽ കുട്ടികളും രക്ഷിതാക്കളും തമ്മിൽ പിരിയുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ വളരെ വലിയ ഒരു മിസ് മാനേജ്മെൻറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. വളരെ ലാഘവത്തോടു കൂടി ആൾക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുന്ന തെറ്റായ ഒരു കീഴ്വഴക്കം ആണ് തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടത്. ഈ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ ഒന്നും പാലിക്കാതെ അതൊക്കെ രാഷ്ട്രീയമായ ഒരു വിവാദമാക്കി ഉയർത്താനുള്ള ശ്രമം നടത്തിയതിൻ്റെ അനന്തര ഫലമായാണ് ഇപ്പോൾ 33 ജീവനുകൾ നഷ്ടമായിട്ടുള്ളത്. ഇത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇത് പോലീസിൻ്റെ കുഴപ്പമാണെന്ന് വിജയ് പറയുമ്പോൾ, ഇത്തരമൊരു റാലി സംഘടിപ്പിക്കുന്നതിലെ പൂർണ്ണമായ സംഘാടകരുടെ പരിചയക്കുറവാണ് എന്ന കാര്യത്തിൽ പോലീസും അതുപോലെ ഭരണകൂടവും തിരിച്ച് പ്രഖ്യാപിക്കുകയാണ്. ആംബുലൻസ് വിളിക്കാനും മറ്റും വിജയ് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ സംഭവത്തിൻ്റെ ഒരു ഗൗരവം വിജയ് മനസ്സിലാക്കിയത് ഏറെ വൈകിയാണ് എന്നുള്ളതാണ്. നേരത്തെ ശ്രീ വിവേക് നാരായണൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ 6 മണിക്കൂറോളം വൈകി, അതായത് 11 മണിക്ക് പറഞ്ഞ പരിപാടിയിൽ വിജയ് എത്തുന്നത് 7 മണിയോടുകൂടിയാണ്. അപ്പോഴേക്കും കാത്തുനിന്ന ജനക്കൂട്ടമൊക്കെ ഈ കുഴഞ്ഞു വീഴുക എന്ന് പറയുന്ന അത്ഭുതമില്ല. വെള്ളമൊന്നും കിട്ടാതെ ഇത്ര വലിയ സ്ഥലത്ത് വിജയെ കാണാൻ വേണ്ടി മാത്രം തടിച്ചുകൂടി ആളുകളാണ്. വെള്ളവും ആഹാരവും ഒന്നും സ്വാഭാവികം കിട്ടിക്കാണില്ല. മനുവും വിനോദും പറഞ്ഞതുപോലെ ഗർഭിണികളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അവരുടെയൊക്കെ ആരോഗ്യാവസ്ഥ മോശമായി, പലരും കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. നല്ല ചൂടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടം എന്നാണ് മനസ്സിലാകുന്നത്. അത് ആ പ്രവർത്തകരുടെ, വിജയുടെ ആരാധകരുടെ ആരോഗ്യത്തെ വല്ലാതെ ബാധിച്ച് കാണണമെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. തുടർന്ന് ഈ കുഴഞ്ഞു വീണ ആളുകളെ ഒരുപക്ഷെ ചവിട്ടിക്കാണും, മറ്റുള്ളവർ ചവിട്ടി അതിൽ പരിക്കേറ്റ് സംഭവിച്ച മരണമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വലിയ ദുരന്തത്തിനാണ് ഈ പ്രദേശം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇപ്പോൾ മരണസംഖ്യ 33 ഉയർന്നിരിക്കുന്നു. പോലീസിൻ്റെ അനാസ്ഥയാണ് എന്ന് പറയുമ്പോഴും ഇത്തരം സമ്മേളനങ്ങൾ, വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു അപരിചിത്വം സ്വാഭാവികമാണ്. പുതിയ പാർട്ടിയാണ് TVK. വിജയ്ക്കൊപ്പമുള്ളവർ അത്ര രാഷ്ട്രീയ പരിചയമുള്ളവരല്ല. ഇത്ര വലിയ ജനക്കൂട്ടം വരുമെന്ന് ഒരിക്കലും കരുതി കാണില്ല. വന്നാൽ തന്നെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇത്തരം സംഭവങ്ങൾക്ക് കാരണമായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും 33 മരണം ഇപ്പോൾ ഈ ചർച്ച ചെയ്യപ്പെടുകയാണ്. തമിഴ്നാട് മുഴുവൻ, ഇന്ത്യ മുഴുവൻ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വലിയ ദുരന്തമായി ഈ സംഭവം മാറിയിരിക്കുന്ന സാഹചര്യം അത് വിജയുടെ പാർട്ടിയെയും വല്ലാതെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മരണങ്ങൾക്കൊക്കെ ഒരുപക്ഷെ വിജയ് ഉത്തരം പറയേണ്ടി വന്നേക്കാം. അത്തരത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം തന്നെ കാണാൻ ഇത്ര അധികം ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് എന്ന് മണിക്കൂറുകൾക്ക് മുൻപ് മനസ്സിലാക്കിയ ഒരു നേതാവ് കൂടിയാണ് വിജയ്. സ്വാഭാവികമായും അവിടേക്ക് ഒന്നുകിൽ ഇത്ര അധികം ആളുകളുടെ ബാഹുല്യം കുറച്ചുകൊണ്ട് കുറച്ചുപേരെയൊക്കെ പിരിച്ചുവിട്ടതിന് ശേഷം അവിടേക്ക് എത്തുക, അല്ലെങ്കിൽ പരിപാടി തന്നെ ഉപേക്ഷിക്കുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു. അല്ലെങ്കിൽ ഇത്രയധികം ജീവനുകൾ നഷ്ടമാകുമായിരുന്നില്ല എന്നുള്ളതാണ്. സജയൻ, എന്താണ് ഏറ്റവും പുതിയ വിവരം? സജയൻ ടെലിഫോൺ ലൈനിലില്ല. സജയൻ അല്പസമയത്തിനകം ചേരുമെന്ന് വേണം കരുതാൻ. സജയൻ അല്പസമയത്തിനകം ചേരും. ഏറ്റവും പുതിയ അപ്ഡേഷൻസ് അവിടെ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. മരണസംഖ്യ
മനു, ഏറ്റവും പുതിയ വിവരങ്ങൾ. രഞ്ജിത്ത്, ഇപ്പോൾ അനുശോചനം ഒഴുകുകയാണ്. ഇപ്പോൾ കെ അണ്ണാമലയുടെ അനുശോചനം വന്നിരിക്കുന്നത്. അതുപോലെ ഗവർണർ, അവിടുത്തെ തമിഴ്നാട് ഗവർണർ രാജ്ഭവൻ ഇത് വളരെ ഇത്തരം ഒരു വലിയ ട്രാജിക് സംഭവത്തിൽ അഗാധമായ ദുഃഖവും വേദനയുമൊക്കെ രേഖപ്പെടുത്തുകയാണ്. കുട്ടികൾ പോലും ഇതിൽ മരിച്ചിരിക്കുന്നു എന്നത് അത്യന്തം ദുഃഖകരമാണ് എന്ന് വ്യക്തമാക്കുന്നു. അവിടുത്തെ ഗവർണർ RN രവി ഇതുപോലെ ഈ വിഷയം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കാൻ കഴിയട്ടെ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം അണ്ണാമലയും സമാനമായ രീതിയിൽ തൻ്റെ ദുഃഖം എക്സിൽ കുറിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ശരിയായ ചികിത്സ നൽകണം എന്ന് അദ്ദേഹം തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിൽ എത്ര പേർ പങ്കെടുക്കണമെന്ന് കൃത്യമായി കണക്കാക്കണം. അതനുസരിച്ച് ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. യോഗത്തിൽ പങ്കെടുക്കുന്ന പൊതുജനങ്ങൾക്ക് മതിയായ സുരക്ഷ ഒരുക്കാൻ പോലീസിന് കഴിയണം. അതിനാവശ്യമായ ഉദ്യോഗസ്ഥരെ വിന്യസിക്കണം. ഇതെല്ലാം പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് അണ്ണാമലൈ പറയുന്നു. വിജയുടെ യോഗത്തിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട് അതുപോലെ തമിഴ്നാട് സർക്കാരും പോലീസും വളരെ അശ്രദ്ധമായി പെരുമാറി എന്നൊരു ആരോപണം അണ്ണാമലൈ മുന്നോട്ട് വയ്ക്കുന്നു. DMK സംഘടിപ്പിക്കുന്ന യോഗങ്ങൾക്ക് സുരക്ഷ നൽകുന്ന DMK സർക്കാർ പ്രതിപക്ഷം സംഘടിപ്പിക്കുന്ന യോഗങ്ങൾക്ക് എന്തുകൊണ്ട് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തത്? അങ്ങനെ ഒരുക്കാത്ത ഒരു രീതി അവിടെ ഉണ്ട് എന്ന് അണ്ണാമലൈ ആരോപിക്കുകയും ചെയ്യുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണം. സുരക്ഷാ ക്രമീകരണങ്ങളുടെ അപര്യാപ്തത മൂലമാണോ അപകടം സംഭവിച്ചതെന്നുള്ളൊരു അന്വേഷണം നടത്തണമെന്ന് അണ്ണാമലൈ ആവശ്യപ്പെട്ടിരിക്കുന്നു. വൈദ്യുതി മുടക്കം സംബന്ധിച്ച് കർശന നടപടി സ്വീകരിക്കണം എന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വളരെ ഗൗരവമായി ഈ വിഷയം ഒരു വിവാദം എന്ന നിലയിൽ ഇത് അത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയമായി BJP ഉന്നയിക്കുകയാണ്. DMK ആകട്ടെ ഇത് പെട്ടെന്ന് തന്നെ ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികൾ എടുത്തു എന്ന അവകാശവാദം വരുന്നു. പക്ഷേ പൂർണ്ണമായൊരു വീഴ്ച വിജയുടെ ഭാഗത്തു നിന്ന്, ഒപ്പം ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഇത് ആവശ്യമായ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ, അത് വ്യക്തമായി പറഞ്ഞെങ്കിലും പക്ഷെ നടപ്പിലാക്കാനുള്ള ഒരു രീതിയിൽ നിന്ന് പോലീസ് പുറകോട്ട് പോയി എന്ന കാര്യത്തിലും തർക്കമില്ല. മരണസംഖ്യ ഓരോ നിമിഷവും ഉയരുകയാണ് എന്നുള്ളതാണ്. കരൂരിലെ ഈ റാലിയിൽ നിർഭാഗ്യകരമായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. വലിയ തോതിലേക്ക് മരണസംഖ്യ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റവരുടെ നില ഗുരുതരമായിട്ടുള്ള 10-16 പേർ ഉണ്ട്. സ്വാഭാവികമായും അവർ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ്. ആംബുലൻസുകളിൽ അവരെ ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ വലിയ തോതിലുള്ള തിക്കും തിരക്കുമുള്ള പ്രദേശമായിരുന്നു. അവിടേക്ക് ആംബുലൻസുകൾ കടന്നു വരാനുള്ള പ്രശ്നം ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എല്ലാ തരത്തിലും നോക്കിയാൽ മരണസംഖ്യയിൽ വർധനമുണ്ടാകും, സംശയമില്ലാത്ത കാര്യമാണ്. പ്രസംഗം പൂർത്തിയാക്കാതെ വിജയും മടങ്ങുന്നുണ്ട്. ഈ പ്രശ്നം കാണുമ്പോൾ കുഴഞ്ഞു വീണ ആളുകളെ എത്രയും പെട്ടെന്ന് ആംബുലൻസുകൾ ആശുപത്രിയിൽ എത്തിക്കാൻ വിജയ് നിർദ്ദേശിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. വെള്ളക്കുപ്പികളടക്കം ഇവർക്ക് എറിഞ്ഞു കൊടുക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഏതായാലും വലിയ 5-6 മണിക്കൂർ വൈകിയാണ് വിജയ് ഈ റാലിയിൽ പങ്കെടുക്കാനെത്തിയത്. അത്രയും നേരം കാത്തിരുന്ന ആളുകൾ കൂടി